നമ്മൾ ആ കാര്യം ഭാമിനിയെ കൊണ്ടുവരുമെന്ന് ഉണ്ണിത്താനോട് ഉറപ്പിച്ചു പറയുന്ന നിരഞ്ജന. ഭാമിനി വന്ന അത് നീ എന്നെ തോൽപ്പിക്കാൻ കൊണ്ടുവന്നാന്ന് ഞാൻ കരുതും. നിരഞ്ജനയ്ക്ക് ഇപ്പോഴും വിശ്വേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരഞ്ജന വിശ്വനാഥനെ സംശയിക്കുന്നതിൽ വിഷമിക്കുന്ന ജയന്തി. അതങ്ങ് ഉപേക്ഷിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഇത് രണ്ടും എന്റെ ഫോൺ തന്നെയാ. ഫോൺ അന്വേഷിച്ചെത്തുന്ന സജിക്ക് രേവതി ഒളിപ്പിച്ചു വെച്ച ഫോൺ കൊടുക്കുന്ന ശ്യാമ. അവള് വന്നിട്ട് ഇത് കൊണ്ടുപോയാ മതി. എന്റെ ഫോണുകളല്ല ഇതെന്ന് അവള് പറയട്ടെ, അപ്പൊ തിരിച്ചു തരാം. രാത്രി മഴ തുടരുന്നു. അമ്മേ, എന്താ അമ്മേ, സുഖമില്ലേ? ഇവളൊരു പേരും കള്ളിയാ. ഇപ്പൊ പറയണം, നിനക്ക് ആ മോതിരം എവിടെ നിന്ന് കിട്ടിയേ? പറയടേ, പറയാൻ. കളഞ്ഞു കിട്ടിയതാണെന്നെങ്ങാനും പറഞ്ഞ നിന്റെ നാക്ക് ഞാൻ പിടിതെടുക്കും. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? എല്ലാം എനിക്ക് മനസ്സിലായടി. നിനക്ക് ആ മോതിരം കിട്ടിയത് പ്രമീളയുടെ വീട്ടിൽ നിന്നാ അല്ലേടി? പറയടി, നീ അവളുടെ അലമാരിന്ന് മോഷ്ടിച്ചതല്ലേ? പറയാൻ. അമ്മയോട് ഇതാരാ പറഞ്ഞത്? പ്രമീളയുടെ മോൻ ഇവിടെ വന്നിരുന്നു. മോതിരം മാത്രല്ല, 2 സ്വർണ്ണവളകളും അവന്റെ 2 മൊബൈൽ ഫോണുകളും നീ അവിടുന്ന് മോഷ്ടിച്ചു. അവനൊരു ചതിയന. അവൻ പറയുന്ന ഒന്നും അമ്മ വിശ്വസിക്കരുത്. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല അമ്മ. ഞാനത് വിശ്വസിക്കില്ലടി. അവൻ പറയുന്നതാണോ ഞങ്ങള് പറയുന്നതാണോ അമ്മയ്ക്ക് വിശ്വാസം? മോതിരം മോഷ്ടിക്കാഞ്ഞിട്ടാണോ ഇവള് സ്വർണ്ണമാണെന്ന് കരുതി അതുകൊണ്ട് പണയപ്പെടുത്താൻ പോയത്? എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ലടി. നീ മോഷ്ടിച്ച 2 ഫോണുകളും ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടു. ആ ഫോണുകൾ 2 അവൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈശ്വര, ചതിച്ചോ? എന്താടി? ആ ഫോണുകൾ അമ്മ അവന്റെ കൊടുത്തോ? അവര് കേസിന് പോകാതിരിക്കാൻ വേണ്ടി എനിക്കത് കൊടുക്കേണ്ടി വന്നു. എവിടെയാ സ്വർണ്ണവളകള്? നീ അത് എന്ത് എഴുതടി? നിന്നെ ഞാൻ കൊല്ലും. എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു മോള്. തല്ലെ കൊല്ലാതെ അവള് വീട്. എനിക്ക് അച്ചുവച്ചിക്ക് എല്ലാം അറിയാം. മോതിര ഫോണും പ്രേമം നടിച്ചവൻ ഇവൾക്ക് കൊടുത്തതാ. വളയുടെ കാര്യം വെറുതെ പറയുന്നതാ. അമ്മ ഒന്ന് വിശ്വസിക്ക്. അവന്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോ ഇവൾ അവനെ ഒഴിവാക്കിയതാ. ഇവളെ ശല്യപ്പെടുത്തരുതെന്ന് അച്ചുവച്ചി അവനെ താക്കീതും ചെയ്തു. അച്ചുവച്ച സ്ഥലത്തില്ലെന്നറിഞ്ഞ് അവൻ തല വീണ്ടും പൊക്കിയതാ. അമ്മ ആ ഫോണുകൾ എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഫോണുകൾ അവന്റെ നല്ലടി. അതെ. എന്റെ ദൈവങ്ങളെ, വഴിപിഴച്ചു പോയോടി നീ. നിങ്ങളുടെ അച്ഛൻ ഈ വിവരം അറിഞ്ഞ നിന്നെ അവനെ കൊല്ലും. ഇനി അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അമ്മ ഈ വിവരം അച്ഛനോട് പറയാതിരുന്നാ മതി. അവൻ നാളെ വീണ്ടും വരും. വരട്ടെ. ഇപ്പൊ അമ്മ ഇവളോട് ഒന്നും ചോദിക്കരുത്. ഇവള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാനിത് പറയുന്നത്. എങ്കിലും ഒരു അന്യ പയ്യന്റെ കയ്യിൽ നിന്ന് ഇവളിതൊക്കെ വാങ്ങിയില്ലേ? അവനത് അടിച്ചേൽപ്പിച്ചതാ. ഇവളെ അവനും ചേർത്ത് നാട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. അമ്മ വിഷമിക്കാതെ. അവൻ ഈ കാര്യം ഒന്നും പുറത്തു പറയാൻ പറ്റില്ല. അവൻ പറഞ്ഞ മുക്കുവെണ്ണം കൊടുത്തതിന് അവനും പ്രതിയാവും. ഇവള് ഇങ്ങനെ വൃത്തിയായി പോയല്ലോ എന്റെ ദൈവമേ. അമ്മ എടുത്തു കൊടുത്തതിലൊന്ന് അവന്റെ ഫോണാ. അതിലാ വീഡിയോ. അവന്റെ വരവിന്റെ ഉദ്ദേശം അപ്പൊ അതായിരുന്നു. ഇനി എന്ത് ചെയ്യും മോളെ? ആ ഫോണിൽ നശിപ്പിച്ചെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അച്ചുവെച്ച് ഫോർമാറ്റ് ചെയ്തതാ. അത് ചാർജ് ചെയ്യാറുമില്ലായിരുന്നു. ഫോർമാറ്റ് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റും മോളെ. അച്ചുവെച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഫോൺ സർവീസ് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അത് കേടാക്കി വെച്ചിട്ടുണ്ടാവും. ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല മോളെ. ഇനി സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. വരുന്നെടുത്ത് വെച്ച് നമുക്ക് കാണാം. മൊബൈൽ ഫോൺ സർവീസ് ചെയ്യാൻ ഷോപ്പിൽ കൊടുക്കുമ്പോഴാ പല വീഡിയോകളും പുറത്തു വരുന്നത്. നമുക്ക് അച്ചുവച്ചിയെ വിശ്വസിക്കാം. വരും വരായികകൾ അച്ചുവച്ചിക്ക് നന്നായിട്ട് അറിയാം.
അവനെന്നല്ല ആർക്കും ആ ഫോൺ നന്നാക്കാൻ പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കും. അവനിനി അതൊരു കളിപ്പാട്ടം മാത്രമായിരിക്കും. ആ വീഡിയോയെ പറ്റി നീ അമ്മയോട് പറഞ്ഞോ? അതെങ്ങനെ പറയാനാ? അങ്ങനൊരു വീഡിയോ ഇല്ല. നീ അങ്ങനെ വിശ്വസിക്ക. ചേച്ചി. ആ എന്താടി പെണ്ണ രാവിലെ? ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലേ? ഓ, അത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിന്ന് പരിങ്ങാതെ കാര്യം പറ. കാശ് വല്ലതും ചോദിക്കാനാണോ? നിന്റെ അമ്മ വാങ്ങിക്കൊണ്ട് പോയ 2000 രൂപ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അത് തരാൻ ചേച്ചി. ശരി, എന്നാ പൊയ്ക്കോ. പിന്നെ അർച്ചന ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞോ ചേച്ചി? ഓഹോ, അപ്പൊ അതറിയാനാണല്ലേ നീ വന്നത്? അവളുടെ പ്രസവം എന്നേ കഴിഞ്ഞു. കുഞ്ഞാണോ പെണ്ണോ? ഒരാണും ഒരു പെണ്ണും. അതേടി, അവൾ ഇരട്ട പറ്റും. ആരാ ഇതൊക്കെ ചോദിക്കാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ആരും അയച്ചതല്ല, അർച്ചന ചേച്ചി പരിചയപ്പെട്ടോണ്ട് ചോദിച്ചതാ. എടി പെണ്ണേ, ഞാൻ ഇതുപോലുള്ള വേഷം കെട്ടലുകൾ ഒരുപാട് കണ്ടതാ. ആര് പറഞ്ഞു വിട്ടിട്ടാ നീ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയ്യോ, എന്നോട് ആര് പറയാനാ? രാവിലെ മുന്നിൽ വന്നിട്ട് കള്ളം പറയുന്നോടി. ഒരു വീക്ക് വെച്ചേറി ഞാൻ. വന്ന നിലയ്ക്ക് നീ കുറച്ച് കാര്യം കൂടെ കേട്ടിട്ട് പോയാൽ മതി. നിന്റെ കൂട്ടുകാരിയല്ലേ അർച്ചനയുടെ സുഖവിവരം അറിയാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്, അല്ലേടി? അവൾ എന്തിനാടി അർച്ചനെ കുറിച്ച് അറിയാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത്? അർച്ചന അവളുടെ ആരെങ്കിലും ആണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അർച്ചനേച്ചിയെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അവൾക്കറിയൂ. ആരാടി അവള്? അമ്പിളിന്ന് അവളുടെ പേര്. നീ ചെന്ന് അവളോട് പറ അർച്ചനയും കൊച്ചും കെട്ടിയവന്റെ കൂടെ സുഖമായിട്ടിരിപ്പുണ്ടെന്ന്. എന്നാ ചെല്ല്. അവിടെ നിൽക്കേ. ഇനി വേറെ ആരോടെങ്കിലും അർച്ചനയെന്നൊരു പെണ്ണ് എന്റെ വീട്ടിലുണ്ടായിരുന്നെന്ന് നീ പറഞ്ഞു പോകരുത്. നീ അത് പറഞ്ഞ അമ്മയും മോളും പിന്നെ സുഖമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് കരുതണ്ട. അവളുടെ ഭർത്താവ് മുംബൈയിലാണെന്ന് പറഞ്ഞത് കള്ളമ്മ. അവൻ ഒരുത്തനെ കൊന്നിട്ട് ഒളിവിപ്പോയിരിക്കുക. അവനെ തേടി പോലീസുകാർ ഇവിടെയും വന്നു. അതാ ഞാൻ അവളെ എവിടുന്ന് പറഞ്ഞു വിട്ടത്. അർച്ചന നിന്റെ വീട്ടിലും വന്നിരുന്നു എന്നറിഞ്ഞ നിന്നെ നിന്റെ തള്ളയും പോലീസുകാർ പിടിച്ചോണ്ട് പോകും. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും നിന്റെ കൂട്ടുകാരോട് പറയരുത്. പറഞ്ഞ ഞാനും നീയും നിന്റെ അമ്മയും കൂടെ അകത്ത് കിടന്ന് അഴി എണ്ണേണ്ടി വരും. ഞാൻ പറയില്ല. അവള് ചോദിച്ചാ നീ എന്നെ കാണാറേ ഇല്ലെന്നങ്ങ് പറഞ്ഞൊഴിയാൻ നോക്ക്. അർച്ചനെ നീ കണ്ടിട്ടേ ഇല്ല. ആര് ചോദിച്ചാലും നീ അത് തന്നെ പറയണം. എന്നാ നീ ചെല്ല്. സാറ് വരുന്ന വിവരം നിരഞ്ജന അറിഞ്ഞില്ലേ? ഇല്ല. അവർ രണ്ടുപേരും പുറത്തേക്ക് പോയതേ ഉള്ളൂ. ജയന്തി ഇവിടെ ഇല്ല. സാറിരിക്കെ. ഞാൻ വന്നത് വിശ്വനാഥനെ കാണാനാ. എന്താ സാർ വിശേഷിച്ച്? അവരൊരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ പോകുകയല്ലേ. അത് സാറിന്റെ ആശീർവാദത്തോടെയാണല്ലോ. നമ്മൾ ഈ വിഷയം നേരത്തെ സംസാരിച്ചതുമാണ്. അവരുടെ തീരുമാനത്തിനെ ഞാൻ എതിർത്തിട്ട് കാര്യമില്ലെന്ന് വിശ്വനാഥൻ അറിയില്ലേ. സാറെന്താ പറഞ്ഞു വരുന്നേ? അവരുടെ തീരുമാനത്തെ ഇപ്പൊ എതിർക്കുകയാണോ? ഇപ്പൊ വിഷയം അതൊന്നുമല്ല. ഞാനും പെങ്ങൾ ഭാമിനിയും തമ്മിൽ വർഷങ്ങളായി കടുത്ത ശത്രുതയിലാണ്. അവളുടെ ചില നടപടികൾ തന്നെയാ ശത്രുതയ്ക്ക് കാരണമായത്. പലതവണ എന്നെ വ്യക്തിഹത്യ നടത്താൻ വരെ അവൾ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ സർവീസിനെ പോലും അത് ബാധിച്ചിട്ടുണ്ട്. ഒരു പെങ്ങളുള്ള കാര്യം സാർ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിൽ നിന്ന് പോലും എഴുതി തള്ളിയതാ അവളെ. ഇപ്പോഴത്തെ സാറിന്റെ പ്രശ്നം എന്താ? ഞാൻ അടർത്തി മാറ്റിയ ആ ബന്ധം കൂട്ടിച്ചേർക്കാനാ എൻ്റെ മോളിപ്പോൾ തുനിയുന്നത്. വിശ്വനാഥൻ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാറിലെ താമസത്തിന് ഒരു തുണയായി അവൾ ക്ഷണിച്ചിരിക്കുന്നത് ഭാമിനിയെയാണ്. സാറുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ നിരഞ്ജനയ്ക്ക് അറിയില്ലേ? അറിയാം. പക്ഷെ അവളത് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. പലവട്ടം ഞാൻ അവളെ ഉപദേശിച്ചതാ. ഭാമിനി ഇനി എൻ്റെ മണ്ണിൽ കാലുകുത്താൻ പാടില്ല. ഇക്കാര്യത്തിൽ എന്റെ റോൾ എന്താണെന്ന് സാർ ഇതുവരെയും പറഞ്ഞില്ല.
വിശ്വനാഥൻ സുധിയുടെ സിംഗപ്പൂർ യാത്ര തടയണം. സുധി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഭാമനിക്ക് വരേണ്ടി വരില്ല. ഞാൻ 2 തവണ സാറിനെ കാണാൻ വന്നത് ഓർക്കുന്നുണ്ടല്ലോ. കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റിന് സുധിയെ ഉപദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞത് സാറ് ചെവിക്കൊണ്ടില്ല. നിരഞ്ജനയെ സാർ അന്ന് അത് പറഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ ഇപ്പൊ സാറിന് ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോയി. സാറിന്റെ മോൾ 6 മാസം ഗർഭം അഭിനയിച്ചുകൊണ്ടിരിക്കുക. നാണം കെട്ട ആ കളിയിൽ നിന്നെങ്കിലും സാറിന് മകളെ വിലക്കാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വനാഥ. സുധിയെ ഇപ്പം സിംഗപ്പൂരിലേക്ക് വിടരുത്. നമ്മൾ രണ്ടുപേരുടെ അവസ്ഥ ഒന്നാ സാറേ. ഞാൻ പറഞ്ഞാൽ എന്റെ മകൻ അനുസരിക്കില്ല, സാറ് പറഞ്ഞാൽ സാറിന്റെ മകളും അനുസരിക്കില്ല. അവരവരുടെ വഴിക്ക് പോട്ടെ. ഞാനിപ്പോ ചിന്തിക്കുന്നത് അങ്ങനെ. ഇനി ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നന്നായിട്ടുണ്ട്. അവര് ഇതേ കളർ സെലക്ട് ചെയ്യാൻ ഇരുന്നതാണത്രേ. ആഹാ, അനുപമയുടെ ഫേവറേറ്റ് കളറാ ഇത്. എന്തായാലും മരുമകളുടെ മനസ്സ് ഗീത കണ്ടു. നിരഞ്ജനെ പോലെയൊന്നും അല്ല അവള്, കുറച്ച് മോഡേണാ. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയല്ലേ? അവൾക്ക് വേണ്ടി 2 സാരി മാത്രം എടുത്താൽ മതിയെന്ന് ശബരിയോട് പറഞ്ഞു. അവൾ സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ലത്രേ. അനുപമ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യട്ടെന്ന് ഞാനും കരുതി. അത് നല്ല തീരുമാനം തന്നെയാ. ഞാൻ ഓർക്കായിരുന്നു സുധിയുടെ കല്യാണത്തിന് അനുഭവിച്ച ടെൻഷൻ. കല്യാണത്തലേന്നാള് വന്ന ആ കോള് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചു പോയനെ. ഏട്ടനും വിശ്വേട്ടനും എന്നെ മറച്ചു വെച്ചത് ഭാഗ്യായി. അവര് മനസ്സിൽ കണ്ടത് മറ്റൊന്നാണെങ്കിലും അന്ന് എന്നോട് പറയാതിരുന്നത് നന്നായി. ഇപ്പോഴും രാജപ്പന്റെ തട്ടിപ്പായിട്ടാണോ ജയന്തി അതിനെ കാണുന്നത്? പിന്നല്ലാതെ എന്താ? സുധിയുടെ കല്യാണം നടക്കുന്ന വിവരമൊക്കെ രാജപ്പൻ അറിയായിരുന്നു. ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നതല്ലേ അയാള്? ഞാനിത് ഏട്ടനോട് ചോദിച്ച ചോദ്യമാണ്. അർച്ചനയുടെ പേരില് ഒരു പെണ്ണിന് സുധിയെ വിളിച്ച് പറ്റിക്കാൻ കഴിയുമോ? അതൊന്നാം തര തട്ടിപ്പാണെന്ന് തെളിഞ്ഞില്ലേ? എങ്ങനെ തെളിഞ്ഞെന്നാ ജയന്തി പറയുന്നത്? രാജപ്പൻ അത് സമ്മതിച്ചതല്ലേ? അർച്ചന അയാളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. ജയന്തി ഏട്ടനും അത് വിശ്വസിക്കാനുള്ള കാരണം എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. പിന്നെ നിരഞ്ജനയ്ക്ക് ഈ മാസം സ്കാനിംഗ് ഇല്ലേ? മാസം 6 ആയി. ഇപ്പൊ ചെല്ലുമ്പോ സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഏത് ഡോക്ടറെ കാണുന്നേ? സ്നേഹപ്രഭയുടെ പരിചയത്തിലുള്ളൊരു ഡോക്ടറാ. ഡെലിവറി ഇവിടെ അല്ലാത്തോണ്ട് വീട്ടിൽ ചെന്നാ കാണുന്നേ. ഞാനിതുവരെ കൂടെ പോയിട്ടില്ല. അവളെ കണ്ട 6 മാസം തോന്നില്ല. ചില കുട്ടികളുടെ ശരീരപ്രകൃതി അങ്ങനെയാ. പോകുന്നതിന് മുമ്പ് 7-ാം മാസത്തിലെ ചടങ്ങ് നടത്തി വെക്കണം. അതിന്റെ ഉത്തരവാദിത്തം ജയന്തിക്കാ. ഞാൻ പറയാം. ഭാഗ്യത്തിന് ഈ വക ചിന്തകളൊന്നുമില്ലേ? അവരല്ലേ ഇതിന് മുൻകൈ എടുക്കേണ്ടത്? അവരെന്തൊരു സ്ത്രീയാ. ആണായിട്ടും പെണ്ണായിട്ടും നിരഞ്ജന ഒന്നല്ലേ ഉള്ളൂ. മകളുടെ ക്ഷേമം അന്വേഷിക്കാനെങ്കിലും വരാറുണ്ടോ? വീട്ടിലേക്ക് വരാറൊന്നുമില്ല, അവരങ്ങോട്ട് പോവാറുണ്ട്. ജസ്റ്റിസിന്റെ ഭാര്യയല്ലേ, അതിന്റെ പവർ കാണിക്കുന്നതായിരിക്കും. ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. ജയന്തി ഇരിക്കും. ഛേ, 2 ദിവസമായി വിളിച്ചിട്ട്. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല. ഞാൻ ഈ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? അച്ഛനെ ഫോണിൽ കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ നടക്കുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആരോ വന്നു. എന്താ? നീ വാ. നിങ്ങൾ എന്തിനാ അകത്തേക്ക് ഇങ്ങനെ ഓടിക്കയറുന്നേ? അത് നല്ല ചോദ്യം. ഇവളെ കാണണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതറിയാനാ ഞങ്ങള് വന്നേ. ഞാൻ പറഞ്ഞെന്നോ? എപ്പോ? അത് ഞങ്ങൾക്കറിയില്ല. നിന്നെ കാണണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നെ അല്ല, ദേ ഇവളെ. സജിയ വീട്ടിൽ വന്ന് പറഞ്ഞത് ചേച്ചിക്ക് എന്നെ കാണണമെന്ന്. ഡാ നീ വെറുതെ അമ്മേ,
ഞാൻ ഇവളുടെയൊക്കെ വീട്ടിൽ പോയെന്നോ? എപ്പോഴാടി ഞാൻ നിന്റെയൊക്കെ വീട്ടിൽ വന്നേ? പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഒരു തവണയല്ല 2 തവണയാണ് വീട്ടിൽ വന്നത്. ഇവൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാ ചേച്ചി വിശ്വസിക്കോ? നീ എന്തിനാണ് ഇവളുടെ വീട്ടിൽ പോയത്? ഞാൻ പോയിട്ടില്ലെന്ന് ഒരു വട്ടം പറഞ്ഞു. മുമ്പൊരിക്കൽ മോൻ കാരണം ഞങ്ങളുടെ ചേച്ചി ഇവിടെ വന്നത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. സത്യമായിട്ടും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ രേവതി കാണുന്നേ? ആദ്യം ഇവൻ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇവളെ കാണണമെന്ന്, പിന്നെ വന്നത് ഭീഷണിയായിട്ടാ. ഞാൻ ഇവള് വീട്ടിലില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മോൻ നേരെ ഇങ്ങ് പോരില്ലായിരുന്നു. നീ എന്നെ എന്ത് ചെയ്യുന്നാടി പറയുന്നേ? പിടിച്ച് പോലീസ് ഏൽപ്പിച്ചേനെ. അന്ന് ഞങ്ങൾ ഇവനെതിരെ പോലീസിൽ കേസ് കൊടുക്കാതിരുന്ന മണ്ടത്തരായി പോയത്. പേടിച്ച് ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന ധൈര്യത്തില ഇവൻ വീണ്ടും ഇറങ്ങിയത്. എന്ത് പറഞ്ഞാടി നീയൊക്കെ എന്റെ പേര് കേസ് കൊടുക്കുന്നത്? ഞാനാ നിനക്ക് മോതിരം തന്നെന്നുള്ളതിന് എന്താടി തെളിവ്? നിന്റെ വീഡിയോ എടുത്തതിനും തെളിവില്ല. അന്ന് ഞാനൊന്ന് പേടിച്ചത് എന്റെ ഫോണുകൾ നിന്റെ കയ്യിലിരുന്നിട്ടാ. എനിക്കിപ്പോ ആ പേടിയില്ലടി. ഇവൻ പറഞ്ഞത് കേട്ടല്ലോ. ഞങ്ങൾ അമ്മയോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഇവൻ വീട്ടിൽ വന്ന് അമ്മയെ പേടിപ്പിച്ച ഫോണുകൾ വാങ്ങിക്കൊണ്ട് പോയത്. അതേടി, ആ 2 ഫോണുകളും ഞാൻ തിരിച്ചു വാങ്ങി. ഇപ്പൊ അതെന്റെ കയ്യിലുണ്ട്. നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലടി. ഞാനിവക്ക് മെസ്സേജ് അയച്ചതിന് തെളിവുമില്ല. ഇനി നിന്റെ ഒന്നും ഭീഷണി സജീയുടെ അടുത്ത് വില പോകില്ല. എന്തിനുള്ള പുറപ്പാടാടാ നിന്റേത്? നിങ്ങൾക്ക് ഇനി അത് മനസ്സിലായില്ലേ? പെൺകുട്ടികളുടെ മാനത്തിന് ഇവനെ പോലുള്ളവർ ഒരു വിലയും കൽപ്പിക്കില്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും. എന്നെ ഇവളെ പോലൊരു മോള് നിങ്ങൾക്കുണ്ട്. ഇവന്റെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെല്ല്. ഇങ്ങനെയാ മുമ്പും പ്രമീള ചേച്ചി ഞങ്ങളോട് പറഞ്ഞ് മടക്കി അയച്ചത്. ഇവൻ കാരണം എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വരെ ഇവൻ വന്ന് എന്നെ നാണം കെടുത്തി. എന്റെ ഫോണും ചുരിദാറും ഒക്കെ വാങ്ങിച്ചപ്പോ നിനക്ക് ഈ നാണക്കേടൊന്നും തോന്നിയില്ലടി? നിർത്തടാ. ഇവൻ വിളിക്കുന്നിടത്തെ ഞാൻ കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. ഇനി ഇവൻ എന്നെ വന്ന് ശല്യപ്പെടുത്തിയ ഞാനൊന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. അതിനെന്താണ് ഇത്ര വൈകുന്നത്? ഇപ്പൊ തന്നെ ചെയ്യടി. ഇനി നീ ശബ്ദിച്ചു പോകരുത്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല ചേച്ചി. എന്റെ ജീവിതം തകർന്നത് ഇവിടെ വച്ച. ഇവിടെ വച്ച് തന്നെ ഞാൻ മരിക്കും. വാടി. അവളത് ചെയ്യും. അങ്ങനൊരു മാനസികാവസ്ഥയിൽ അവളിപ്പോ. പിന്നെ അമ്മയ്ക്കും മോനും സുഖമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട. ഇങ്ങനൊരു ജന്മമായി പോയല്ലോടാ നിന്റേത്. അവളെ ഞാൻ വെറുതെ വിടില്ല. അമ്മ ഇതിൽ ഇടപെടണ്ട. എടാ, ഇനി എന്നെ തല്ലിയാ നീ എന്ത് ചെയ്യൂടാ? തിരിച്ചു തല്ലുവോ? എന്നെ തല്ലടാ. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. മാറി നിൽക്ക്. മാഡം. എന്താ ജെയിംസ്? മാഡം അമ്മാളുവിനെ കാണാനല്ലേ? അതെ. മാഡം പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മാളുവിനെ കാണാൻ പറ്റില്ല. അതിനെനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. മാഡം, വർമ്മ സാറിൻ്റെ നിരീക്ഷണത്തിലാണ് അമ്മാളു. ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ദയവായി മാഡം തിരിച്ചു പോകണം. പൈസ വിലക്കിയിട്ടല്ലേ നിങ്ങളിതൊക്കെ പറയുന്നത്? അതെന്റെ മുന്നിൽ വില പോവില്ല. മാഡം പോയാലും അവളെ ഇപ്പം കാണാൻ പറ്റില്ല. അമ്മാളുവിനെ ആ റൂമിൽ നിന്ന് മാറ്റി. മാഡത്തെ പേടിച്ചിട്ടാ ഫൈസി സാർ അത് ചെയ്തത്. ഏത് റൂമിൽ അവളിപ്പോ? ഞാനത് പറയില്ല മാഡം. നിങ്ങൾ പറയണ്ട മിസ്റ്റർ. റിസപ്ഷനിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിക്കോളാം. മാഡം, അത് കൂടുതൽ ആപത്ത് വരുത്തി വയ്ക്കും. അവളെ അന്വേഷിച്ച് ഒരാളവിടെ ചെന്ന ആ സെക്കൻഡിൽ അത് വർമ്മ സാറിൻ്റെ ആൾക്കാരറിയും. പിന്നെ കാര്യങ്ങളൊന്നും ഫൈസി സാറിൻ്റെ കൺട്രോളിൽ പോലും നിൽക്കില്ല മാഡം. അവരവളെ കൊണ്ടുപോകും. അതാ പറഞ്ഞത്, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ മാഡം ഇപ്പം തിരിച്ചു പോകണമെന്ന്. പ്ലീസ് മാഡം. പ്രമേള എന്ത് പറഞ്ഞു? അവര് കേസിനെ മറ്റു പോവോ? ഞാൻ കൂടെ വന്ന് അവളുടെ കാല് പിടിച്ച് പറയേണ്ടതായിരുന്നു. അതുകൊണ്ടാ അമ്മ നിർബന്ധിച്ചിട്ടും കൊണ്ടുപോകാതിരുന്നത്. നമ്മളെന്തിനാ അവരുടെ കാലു പിടിക്കണം? അവൾ എന്ത് പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പറ. മോന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് അവർ ഉറപ്പ് തന്നു. അവനവിടെ ഉണ്ടായിരുന്നില്ലേ? ആ വൃത്തിയിട്ടവൻ പിന്നെ എവിടെ പോവാനാ? അവളുടെ വളമോഷണം പോയെന്ന് പറഞ്ഞത് സത്യമാണോ? അമ്മ അത് വിശ്വസിച്ചോ? അവനതെടുത്ത് വിറ്റിട്ടാ ഇവളുടെ തല കെട്ടിവെച്ചത്. ആ സ്ത്രീക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അവനിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്റെ പേടി.
അവനൂടെ വരുമ്പോ നിങ്ങളുടെ അച്ഛനൂടെ ഉണ്ടെങ്കിൽ കൊലപാതകം തന്നെ നടക്കും. അവൻ ഇനി വരില്ല അമ്മേ, 100% ഉറപ്പാ അത്. അവന്റെ കയ്യിൽ നിന്ന് ഫോണും മോതിരവും വാങ്ങിയിട്ടും നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? നാണം കിട്ടവള്. അർച്ചനെ പഴിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ടടി? അവളെ നീ കഷ്ടപ്പെടുത്തിയതൊന്നും ഒരു കാലത്തും ഞാൻ മറക്കില്ല. അവൾ ഇതുപോലെ കണ്ട ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ളതൊന്നും കൈനീട്ടി വാങ്ങിയിട്ടില്ല. ഒരു തെറ്റവക്ക് പറ്റിപ്പോയി. അതിന് ജീവിതം കൊണ്ട് കടം വീട്ടിയിട്ടാ അവൾ ഈ പടിയിറങ്ങിപ്പോയത്. നിന്റെ സ്വഭാവമായിരുന്നെങ്കിൽ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയാലേ. നിങ്ങളെ ഓർത്ത് അവളത് ചെയ്തില്ല. എന്നിട്ടും ദൈവം അവളോട് കരുണ കാണിച്ചില്ല. ഇനിയൊന്നും പറയരുതമ്മേ. മക്കളുടെ ഇത്തരം പ്രവർത്തികൾ കണ്ട ഒരമ്മ എങ്ങനെ പറയാതിരിക്കും? ഇതൊക്കെ അറിയേണ്ടതേ ആ മനുഷ്യനായിരുന്നു. അങ്ങേരുടെ സ്വഭാവത്തിനും മോള് പിടച്ച് ഈ വീട്ടിൽ വന്നിരിക്കേണ്ടതായിരുന്നു. ആ ശിക്ഷ തന്നെയായിരുന്നു നിനക്ക് കിട്ടേണ്ടിയിരുന്നത്. എന്റെ ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന കൊണ്ടാ അത് ഒഴിഞ്ഞു പോയത്. നീ അർച്ചനയോട് ചെയ്ത ഓരോ ക്രൂരതകൾക്കും അവള് ശപിച്ചു പോയെങ്കിൽ നിന്റെ വിധി വേറൊന്നാകുമായിരുന്നു. അച്ഛേച്ചി രേവതി ശപിക്കില്ലമ്മേ. അവളെ എന്നല്ല, ആരെ ശപിക്കാൻ അച്ഛേച്ചിക്ക് കഴിയില്ല. അച്ഛനും അത് മനസ്സിലാക്കുന്നൊരു കാലം വരും.